സോ നിങ്ങളിപ്പം +2 കഴിഞ്ഞിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന +2 കഴിഞ്ഞിട്ടൊക്കെയുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇത്രയും കൊല്ലം നിങ്ങൾ ഗ്രാമർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഏരിയ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ സൈഡാക്കി ഒഴിവാക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ജിപ്മാറ്റ്, IPMAT പോലെയുള്ള എക്സാംസിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വളരെ ഫ്ലുവന്റ് ആയിട്ടുള്ള ആളായിരിക്കും. അതായത് ഭാഷ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ പ്രോപ്പർ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഗ്രാമറിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് മിസ്റ്റേക്സും ഫോൾട്സും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പൊ അങ്ങനത്തെ ഏരിയസ്, അങ്ങനത്തെ വീക്ക് പോയിന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ക്ലാസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ അങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ വായിച്ചൊക്കെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ടോണൊക്കെ കേൾക്കുമ്പം ഇതാണ് റൈറ്റ് ആൻസർ എന്ന് തോന്നുമെങ്കിലും ഈ ജിപ്മാറ്റിന്റെ ഒക്കെ കേസിൽ അത്രയും ട്രിക്കി ആയിട്ട് നിങ്ങളെ കൊണ്ട് ഇത് തന്നെ ശരി എന്ന് തോന്നിപ്പിച്ച് ആ ഉത്തരം തെറ്റിക്കുന്ന രീതിയിലാണ് ഇവര് ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ശരിയാക്കി എടുക്കാന്നാണ് നമുക്ക് നോക്കണം. നിങ്ങൾക്ക് വളരെ ഒരു ഫാൻസി ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല ഈ ഒരു ഗ്രാമറിലുള്ള നിങ്ങളുടെ നോളജ് എന്ന് പറയുന്നത്. ഇത് വളരെ ഡിഫറെന്റ് ആണ്. ഇത് തികച്ചും ഡിഫറെന്റ് ആണ്. ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ആക്യുറസി, നിങ്ങൾ എങ്ങനെ ആ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നു, എത്രത്തോളം സ്പീഡ് ഉണ്ട്, ഇതൊക്കെയാണ് ഇങ്ങനത്തെ യൂഷ്വലി എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഇതൊക്കെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ അതിന്റെ ലെവൽ കുറച്ചും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിലാണ് ജിപ്മാറ്റ് പോലെയുള്ള എക്സാംസിൽ കാണുന്നത്. അപ്പൊ മോസ്റ്റ്ലി ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് പേടിയായിരിക്കും. ചിലർക്ക് പേടിയായിരിക്കും, ചിലർക്ക് ഭയങ്കര ബോറായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ റീഡിങ് കോംപ്രിഹെൻഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗ്രാമർ എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ എളുപ്പം. അതായത് അത്രയും സമയം മാത്രം മതി, നിങ്ങൾക്ക് ആ ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി. 2 മിനിറ്റ്സിൽ, ലെസ് ദാൻ 2 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്ന ഒരേ ഒരു ഏരിയ ഉള്ളൂ, അത് ഗ്രാമറാണ്. ഓക്കെ. സോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അളക. ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് UGC നെറ്റ് എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഈ പറഞ്ഞ സെറ്റ് ഗേറ്റ് പോലെയുള്ള എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് സെഷനിലേക്ക് കടക്കാൻ തോന്നും. ഓക്കെ. ഇതൊരു ഫൗണ്ടേഷണൽ ക്ലാസ് പോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രാമർ പോർഷനിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഏരിയ ആണ് ഇന്ന് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് യൂഷ്വലി ജിപ്മാറ്റിലൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, എസ്പെഷ്യലി ഗ്രാമർ പോർഷൻ എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു റീഡിംഗ് കോംപ്രിഹെൻഷൻ പോലെയല്ല, ഗ്രാമറിന് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആൻസേഴ്സ് ഉള്ള ഒരേ ഒരു ഏരിയ ഉള്ളൂ, അത് ഗ്രാമറാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പാസേജ് വായിച്ചിട്ട് അതിൽ നിന്നൊരു ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അല്ലെ, ചിലപ്പോൾ അതൊരു 10 മിനിറ്റ്സ് വരെ ഒന്നും പോകാൻ പാടില്ലെങ്കിലും അത്ര ഒരുപാട് സമയം എടുക്കുന്ന ഒരു ഏരിയ ആണ് ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതുപോലെ വേർബൽ എബിലിറ്റി ആയാലും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാനും ഒക്കെ സാധ്യതയുള്ള ഏരിയ ആണ്. പക്ഷെ ഗ്രാമർ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് ആ ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഒരു വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്പീഡും നിങ്ങളുടെ ആക്യുറസിയും, അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എലിമിനേഷൻ എബിലിറ്റി. നിങ്ങൾക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നോ അതാണ് നിങ്ങളെ ആൻസറിലേക്ക് അല്ലെങ്കിൽ വിജയത്തിലേക്ക്, നിങ്ങൾക്ക് കൂടുതൽ ഏറ്റവും മുകളിലുള്ള റാങ്കിലേക്ക് എത്തിക്കുന്നത്. എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ കേട്ട കാരണം ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എലിമിനേഷൻ മെത്തേഡ് ആണല്ലോ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു 4-5 ഗ്രാമർ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആണ്. അല്ലേ, ഈ 4-5 ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ മാർക്ക് തന്നെ നിങ്ങൾ എവിടെ നിൽക്കണം, നിങ്ങളെ റാങ്ക് എവിടെ നിൽക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ ഞാൻ ആ സമയത്തിന്റെ കാര്യവും പറഞ്ഞു. റീഡിംഗ് കോംപ്രിഹെൻഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്രാമറിൽ നിങ്ങൾക്കൊരു 2 മിനിറ്റ്സിൽ എന്നൊരു 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ. സോ ലെറ്റ്സ് ബിഗിൻ. വൈ ഗ്രാമർ മാറ്റേഴ്സ് ഇൻ ജിപ്മാറ്റ്? എന്തുകൊണ്ടാണ് ജിപ്മാറ്റിൽ ഗ്രാമർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ഇത്രയും നമ്മൾ
പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈസി സ്കോറിംഗ് ഏരിയ ആണ്, ലെസ് ടൈം കൺസ്യൂമിങ് ദെൻ RC. ഞാൻ നേരത്തെ പറഞ്ഞു റൂൾ ബേസ്ഡ് പ്രിപ്പറേഷൻ ആണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമുക്ക് തിയറി പഠിക്കാനുണ്ട്, പക്ഷെ നമ്മൾ ഈ ഹൈസ്കൂൾ ക്ലാസ്സിലൊന്നും പഠിച്ച പോലെ ഒരു റൺ ആൻഡ് മാർട്ടിനൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സ്ട്രിക്ട് തിയറി അല്ല പഠിക്കാനുള്ളത്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇതിന് നോക്കി കാണുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇംപ്രൂവ്സ് ഓവറോൾ വെർബൽ ആക്യുറസി. ഈ ഗ്രാമർ പഠിക്കുന്നത് നിങ്ങൾക്ക് ഗ്രാമറിന് മാത്രമല്ല ഈ ബാക്കി എല്ലാ ലാംഗ്വേജ് സ്പെസിഫിക് ഏരിയാസിലേക്കും ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ്. നിങ്ങൾക്ക് ഗ്രാമറിൽ ഒരു പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ എല്ലാ മൊത്തത്തിൽ ലാംഗ്വേജ് മായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഏരിയയിൽ നിന്നും നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യും. പിന്നെ വളരെ ലിമിറ്റഡ് സിലബസേ ഉള്ളൂ, അതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ഏരിയ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സിലബസ് ഉള്ളത്. വളരെ ചെറിയ സിലബസ് ആണ്. ഇത് ഓപ്പൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. എനിക്ക് അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് മോക്ക് ടെസ്റ്റ് എടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴും ക്ലാസ് പറയുമ്പോഴും നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇതത് കണക്ട് ചെയ്ത് അതേസമയം അത് കണക്ട് ചെയ്ത് ഓർക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ. വെർബൽ ആക്യുറസി ഞാൻ നിങ്ങളോട് പറഞ്ഞു നേരത്തെ. ഈ പാരജംബിൾസ് പോലെയുള്ള സെന്റൻസ് കറക്ഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് ജിപ്മാറ്റിൽ കാണാറുണ്ട്. RC ആയാലും ഇതിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. അതൊക്കെ സോൾവ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ബേസിക് ഗ്രാമർ അറിയില്ലെങ്കിൽ പറ്റില്ല. അതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മാത്സ് ഒന്നും പോലെ ഒരു കാൽക്കുലേഷനോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഗ്രാമർ തന്നെയാണെന്ന് പറയും. ഒരു ഇന്റർപ്രിട്ടേഷൻ വേണം, മെന്റൽ വർക്ക് വേണം, എന്നാൽ പോലും മറ്റു മോഡ്യൂൾസ് ഡിമാൻഡ് ചെയ്യുന്ന അത്ര തന്നെ ടൈമോ ഇന്റർപ്രിട്ടേഷനോ നിങ്ങളുടെ കാൽക്കുലേഷനോ ഒന്നും ഈ ഗ്രാമർ എന്ന് പറയുന്ന പോർഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇതൊരു ഡിറ്റക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്കത് കാണുക, മനസ്സിലാക്കുക, ആൻസറിലേക്ക് എത്തുക, അത്രയേ ഉള്ളൂ. അത് ആ വിത്തിൻ സെക്കൻഡ്സ് നടക്കേണ്ട പ്രോസസ്സും കൂടെ ആണ്. ഓക്കെ. ഈ ഗ്രാമറിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്ക് പോവാൻ കാരണം കെയർലെസ്നെസ് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ ക്വസ്റ്റ്യൻ മനസ്സിലാവാഞ്ഞിട്ടോ ഒന്നുമല്ല. അത് വളരെ കെയർലെസ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ണുകൊണ്ട് വായിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ വായിക്കും. എന്നിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് ആൻസർ എന്ന് വേഗം ആൻസറിലേക്ക് എത്തും. ഇവിടെയാണ് മോസ്റ്റ്ലി എല്ലാവർക്കും മാർക്സ് പോവുക. ആ കെയർലെസ്നെസ് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക, ഒരുപാട് ഈ റിലേറ്റഡ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതൊക്കെ തന്നെ വഴിയുള്ളൂ. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാൻ പറ്റൂ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എക്സാമിന് പോയിട്ട് ഈ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കാതെ നിങ്ങൾ മെന്റലി റീഡ് ചെയ്തിട്ട് ഇതായിരിക്കും എന്ന് സങ്കല്പിച്ച്, അതിനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കായാലും ക്ലാസ് എടുക്കുന്ന ആൾക്കായാലും മാർക്കായാലും അത് ഏതൊരു മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ആ ടെൻഡൻസി കുറയണമെങ്കിൽ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തോണ്ട് അത് ശരിയാക്കാൻ പറ്റും. ഓക്കെ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് ഒരു ജിസ്റ്റ് ആണ്. By the end of this class, you should be able to understand subject-verb agreement rules. ഈ subject-verb agreement-ന് കോൺകോർഡ് എന്നും പറയാം ഇംഗ്ലീഷിൽ. അവോയ്ഡ് കോമൺ ആർട്ടിക്കിൾ മിസ്റ്റേക്സ്. ആർട്ടിക്കിൾസിന്റെയും ഒരു ചെറിയ പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആർട്ടിക്കിൾസും എന്താണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഇന്ന് പഠിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോൾവ് ബേസിക് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്, ഐഡന്റിഫൈ ഹിഡൻ ഗ്രാമർ ട്രാപ്സ്, ഇംപ്രൂവ് അക്യുറസി ഇൻ വെർബൽ ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു എക്സാം ഓറിയന്റഡ് അപ്ലിക്കേഷൻ ലെവലിലാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹൈസ്കൂൾ ഗ്രാമർ തിയറി അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ള ഗ്രാമർ തിയറിന്ന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അതായത് തിയറിന്ന് ഡിഫറൻസ് ഉണ്ടാവുന്നില്ല, അത് നിങ്ങൾ എടുക്കുന്ന രീതിയിലും അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലും ഡിഫറൻസ്. കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും, കുറെ കാര്യങ്ങൾ അതേപോലെ ഫോളോ ചെയ്യേണ്ടി വരും, കുറെ പുതിയ കാര്യങ്ങൾ എടുക്കേണ്ടിയും വരും. അത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു അഡ്വാൻറ്റേജും ആണ്. സോ ഞാനിപ്പോ ഇതുവരെ പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഈ മിസ്റ്റേക്സ് ഒന്നും വരുത്താത്ത അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ടാവാം. സോ നമുക്ക് നോക്കാം. ഇത് ഒരു കോഴ്സ് സ്ട്രക്ചർ കൊടുത്തതാണ്. നിങ്ങൾ ഒരിക്കലും ഒന്നും ബ്ലൈൻഡ്ലി മെമ്മറൈസ് ചെയ്യാനുള്ള ഒന്നും തന്നെ ഗ്രാമറിലില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജും. നിങ്ങൾക്ക് മാത്സിലൊക്കെ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫോർമുലേസ് എങ്കിലും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടി വരുമല്ലോ. ഗ്രാമറിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ആ മനസ്സിലാക്കി പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ആ പാറ്റേൺസ് മനസ്സിലാക്കുക, ആ പാറ്റേൺസ് ഒന്ന്
മനസ്സിലാക്കി വെക്കുക. അത് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് അത് ഓർത്ത് ഇരിക്കാൻ പറ്റും. അല്ലാണ്ട് ഇത് ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു യാതൊരു കാര്യങ്ങളും ഈ ഒരു ഏരിയന്നോ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആർട്ടിക്കിൾസ് ബേസിക് എറർ സ്പോട്ടിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ ടെൻസസ്, പ്രൊനൗൺസ്, മോഡിഫയേഴ്സ്, ദെൻ അതിന്റെ അടുത്ത ക്ലാസ്സിലൊക്കെ ഇങ്ങനെയാണ് ഇത്രയും ഏരിയസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻസൈറ്റ് തരാണ് എന്തൊക്കെയാണ് ഇതിലുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള. Then prepositions, parallelism, phrase replacement, sentence correction, advanced error spotting, mixed drills, and finally നിങ്ങൾക്ക് കുറച്ച് മോക്ക് ടെസ്റ്റും PYQ പ്രാക്ടീസും കുറച്ച് എക്സാം സ്ട്രാറ്റജീസും ഒക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരിക്കലും ഗ്രാമർ ടഫ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഹാർഡ് ആയതുകൊണ്ടോ അല്ല നിങ്ങൾ ഫെയിൽ ആവുന്നത്. ഈ റെപ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് ഇനഫ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഈ ജിപ്മാറ്റിന്റെ ഗ്രാമർ വെയിറ്റേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 4 to 5 ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് ജിപ്മാറ്റിൽ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ എന്നൊക്കെയാണ് നമുക്ക് യൂഷ്വലി ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ 4 to 5 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് യൂഷ്വലി കണ്ടിട്ടുള്ളത്. എറർ സ്പോട്ടിംഗ്, സെന്റൻസ് കറക്ഷൻ, ഫ്രേസ് റീപ്ലേസ്മെന്റ്, ആർട്ടിക്കിൾസ്, ടെൻസസ്, പ്രൊനൗൺസ് ആൻഡ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആസ് സച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിനെ പറ്റിയുള്ള ധാരണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിർബന്ധമായിട്ടും കൂടിയേ തീരും. ഓക്കെ, പിന്നെ ഒരു ഒബ്സ്ക്യൂർ ഗ്രാമർ തിയറി അല്ല, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരികയാണ്. ദിസ് ഇസ് പ്രാക്ടിക്കൽ ഗ്രാമർ. അതായത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ ഗ്രാമർ ആണ്, അല്ലാണ്ട് ഗ്രാമർ തിയറി അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഗ്രാമർ റൂൾസ് പഠിച്ച് സമയം കളയേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് പോയിട്ട് ഈ ടെസ്റ്റുകൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഈ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾ ഇപ്പൊ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് ഇതിൽ തന്നെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഈ വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പ്രാധാന്യം ഇതിന് കൊടുക്കണം നോക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം. നോ, ഇത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ എക്സാമിന് യൂഷ്വലി വരുത്തുന്നത് എന്നുള്ളത്. ഒരു പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ വായിക്കുന്നതിന് പകരം അസ്യൂം ചെയ്യുക. ഇത് വായിക്കുന്നതിന് മുന്നേ ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇതാണ് ആൻസർ എന്ന് അസ്യൂം ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു എക്സാം ഹാളിൽ അത്രയും ആ ഒരു ടെൻഷന്റെ ഉള്ളിൽ ഈ ലിമിറ്റഡ് ടൈമിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യമാണ്. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം എടുത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി ചിന്തിച്ച് മാറിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യം ഇത് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ യൂഷ്വലി നിങ്ങൾക്ക് അത് തന്നെ മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് ഈ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അസ്യൂം ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഒഴിവാക്കുക. അതിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ. ഓക്കെ, ദെൻ ഇഗ്നോറിങ് ഗ്രാമർ റൂൾസ്. ഗ്രാമർ റൂൾസ് ഒരിക്കലും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഡോണ്ട് റിലൈ ഓൺ യുവർ ഇൻറ്റ്യൂഷൻസ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ ശരി, അല്ലെങ്കിൽ ഈ ഒരു ടോൺ ആണല്ലോ വേണ്ടത്, ഈ ഒരു സ്റ്റൈൽ ആണല്ലോ വേണ്ടത് എന്ന് തോന്നും. ചിലപ്പോൾ റൂൾസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ തിയറിറ്റിക്കലി അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇൻറ്റ്യൂഷൻസിനെ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ ഒരു പരിധി വരെ അത് ട്രസ്റ്റ് ചെയ്താലേ നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റുള്ളൂ. നൗ ഡിപ്പെൻഡിങ് ഓൺ ഇൻറ്റ്യൂഷൻ, കൺഫ്യൂസിങ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഫാൻസി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും, വളരെ നീറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതെല്ലാം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണത്. അപ്പോൾ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. അതാണ് ഇവിടെ ജിപ്മാറ്റ് പോലെയുള്ള എക്സാംസിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അല്ല. കമ്മ്യൂണിക്കേഷൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇന്റർവ്യൂ ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും സ്റ്റാൻഡേർഡും എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഈ റിട്ടൺ ടെസ്റ്റിൽ നോക്കുന്നത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, അതായത് ഗ്രാമർ സ്പെസിഫിക് നോളജ് എത്രയുണ്ടെന്ന് തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, ഞാൻ ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞത്, സ്പോക്കൺ ഇംഗ്ലീഷ് ചിലപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഗ്രാമറിന്റെ റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ടും സംസാരിക്കാറുണ്ട്. എന്നാൽ പോലും അതൊരു തെറ്റായിട്ട് കണക്കാക്കാറില്ല. കാരണം അത് സോൺലി അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു
ക്രൈം ആയിട്ടൊന്നും കൺസിഡർ ചെയ്യാറില്ല ഈ ഗ്രാമർ റൂൾസ് ബ്രേക്ക് ചെയ്താലും. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾക്ക് വേണ്ടത് അതല്ല, നമുക്ക് വേണ്ടത് പ്രോപ്പർ ഇംഗ്ലീഷ് ആണ്, അതായത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ്. ദെൻ മിസ്സിംഗ് സിംഗുലർ ഓർ പ്ലൂറൽ ട്രാപ്സ്, ഇവിടെയാണ് നിങ്ങളുടെ റാങ്ക് ലൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ കെണി ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്, സിംഗുലർ ഓർ പ്ലൂറൽ ട്രാപ്സിലാണ്. ഇത് ഏതാണ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേറെ മാറ്റി ചിന്തിപ്പിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിലൊന്നും പെടാതെ നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. ദെൻ പാനിക് അണ്ടർ ടൈം പ്രഷർ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ആ ചെറിയ ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ചെക്ക് ചെയ്യുന്നത്. സോ അവിടെ പാനിക് ആവാണ്ട് അതിനെ അതിജീവിക്കുന്നവർക്കാണ് ഇതിന് റിസൾട്ട് ഉള്ളത് അല്ലെങ്കിൽ ഇതിന് റാങ്ക് ഉള്ളത്. സോ നിങ്ങൾ ആങ്സൈറ്റി കൂടുന്തോറും നിങ്ങളുടെ അറ്റൻഷൻ കുറയും. സോ വളരെ കാമായിട്ട് എക്സാമിന് പോകാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് റീജിയണൽ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. ലാംഗ്വേജിലായാലും ഗ്രാമറിലായാലും ഒരുപാട് റീജിയണൽ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് ഈ ബ്രിട്ടീഷ് ആയാലും അമേരിക്കൻ ആയാലും ചില ആളുകൾ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്മൾ യൂഷ്വലി ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആയാലും ഇന്ത്യയിലെ എല്ലാ ഇതിലായാലും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സിനാണ് പ്രാധാന്യം. സോ ഞാൻ പറയാം, ഈ റീജിയണൽ വേരിയേഷൻസിലേക്ക് പോവാതെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്സിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് പറയാ. കാരണം നമ്മുടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഗ്രാമർ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ്, എസ്പെഷ്യലി ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതൊരു ഘടകമായിട്ട് വരും, ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്നത്. അതിനാണ് യൂണിവേഴ്സൽ ഗ്രാമർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. 5 സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒരു ആൻസറിലേക്ക് എത്തുന്നതാണ്. ഈ സ്റ്റെപ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ തൊട്ട് നിങ്ങൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ 5 സ്റ്റെപ്സിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പൊ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ വേറെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോവാതെ റൈറ്റ് ആൻസറിലേക്ക് എത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു 5 സ്റ്റെപ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഫൈൻഡ് ദ സബ്ജക്ട്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം അറിയണം. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഈ വേർബ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിക്കുന്നു. +2 കഴിഞ്ഞ കുട്ടികളാണല്ലോ. അതായത് ഈ ക്രിയ ചെയ്യുന്ന ആൾ ആരാണോ അത് അയാളാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണോ അതാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സബ്ജക്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട്. അപ്പൊ അത് തന്നെയാണ് സ്റ്റെപ്പ് 1 ചെയ്യേണ്ടത്. സബ്ജക്ട് ഐഡന്റിഫിക്കേഷൻ ഇല്ലാതെ ഈ എഗ്രിമെന്റ് ഫെയിൽ ചെയ്യും കേട്ടോ. നമുക്ക് ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റില്ല. സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ പോലും ഈ ക്ലാസ്സിന്റെ അവസാനത്തോടെ നിങ്ങൾ എല്ലാവരും സബ്ജക്റ്റിനെയും വേർബിനെയും ഒബ്ജക്റ്റിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ വേർബ്. നമ്മൾ ഈ ഇങ്ങനത്തെ എക്സാംസിൽ ഇവിടെയാണ് നമുക്ക് പ്രോബ്ലം പറ്റാറ്. വേർബ് എന്ന് പറയുന്നത് നിങ്ങൾ ചില സമയത്ത് ഈസ് എന്ന് പറയുന്നത് ഒരു വേർബാവും, ആർ എന്ന് പറയുന്നത് ഒരു വേർബാവും. അപ്പോൾ വേർബ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ING ഫോമിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പൊ കുറച്ച് ട്രിക്കി ആയിട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് വേർബും സബ്ജക്റ്റും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നാലേ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്ന് മനസ്സിലായിട്ട് അതിനെ പിന്നെ അഡ്രസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ചെക്ക് ദ എഗ്രിമെന്റ്, അതായത് സിംഗുലർ പ്ലൂറൽ കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. അതായത് സബ്ജക്റ്റിനും വേർബിനും അനുസരിച്ച്, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ അനുസരിച്ച് വേർബ് സിംഗുലർ ഓർ പ്ലൂറൽ ഇതിലാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ വേർബിനെ അനുസരിച്ച് സബ്ജക്റ്റ് അങ്ങനെയാണോ, സിംഗുലാരിറ്റി പ്ലൂറാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ടോ,
എന്നൊക്കെ നോക്കുന്നത് ഈ എഗ്രിമെന്റ്, ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്, അതായത് ചെക്കിംഗ് ദി എഗ്രിമെന്റ്. ഇനി നാലാമത്തെ നോക്കുക, ചെക്ക് ആർട്ടിക്കിൾസ് ഓർ പ്രിപ്പോസിഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾസ് ഒരിക്കലും ഒരു മൈനർ ടോപ്പിക് അല്ല. ആർട്ടിക്കിൾസ് ഐഡന്റിഫൈ ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഹിഡൻ ട്രാപ്സ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഐഡന്റിഫിക്കേഷനിൽ ഫെയിൽ ആവുമ്പോഴാണ് നമ്മൾ യൂഷ്വലി റോങ് ആൻസറിലേക്ക് എത്തുക. സോ ആർട്ടിക്കിൾസും പ്രപ്പോസിഷൻസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക, അതിന് സ്പോട്ട് ചെയ്യാൻ പറ്റുക. അതിന് സ്പോട്ട് ചെയ്തിട്ട് അത് എങ്ങനെ ഈ ഹോൾ സെന്റൻസ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നു എന്ന് മനസ്സിലാക്കുക. അതാ ഇത്രയും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ഒരു മുക്കാൽ ഭാഗം ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്താണ് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആൻസർ എന്താണെന്ന് ഇത്രയും മനസ്സിലാക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ 5 സ്റ്റെപ്സ്. ഫൈനലി റീഡ് ഫോർ മീനിങ്. അതായത് നിങ്ങളൊരു സെന്റൻസ് പാസീവായിട്ട് വായിക്കാതെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന ആളെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക. എന്ത് ആൻസർ ആണ് ഇവർക്ക് വേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ അതിന്റെ മീനിങ് കിട്ടാനോ ഒന്നും ആയിരിക്കരുത് ക്വസ്റ്റ്യൻ വായിക്കുന്നത്. എന്ത് ആൻസർ ആണ് ഇവർക്ക് വേണ്ടത് എന്ന് മനസ്സിൽ വെച്ച് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക്, അതായത് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആർ മോസ്റ്റ്ലി പാറ്റേൺ ബേസ്ഡ്. ആൻഡ് നമുക്ക് ഒബ്വിയസ്ലി ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആയാലും ലോജിക്കൽ സെൻസ് ഉണ്ടാവണം. നിങ്ങൾക്കൊരു സെന്റൻസ് വായിച്ചിട്ട്, ഇത് ഞാൻ പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷനും എല്ലാ പാരജമ്പിൾസിലും എല്ലാം ആപ്ലിക്കബിൾ ആണ്. ഒരു ലോജിക്കൽ സെൻസ് ഉണ്ടാക്കാൻ ഒരു സെന്റൻസിന് പറ്റണം. അത് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, വെർബിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, എഗ്രിമെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും ഐഡന്റിഫൈ ചെയ്യുന്നത്, ആൻഡ് ഫൈനലി മീനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ലോജിക്കലി സെൻസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വായിക്കുന്നത്. ഈ ഫ്രെയിം വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 5 സ്റ്റെപ്സിലൂടെ മാത്രമേ നിങ്ങളൊരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങളിങ്ങനെ ആലോചിച്ച്, ഓക്കെ ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്യട്ടെ, ആദ്യം പിന്നെ വേർബ് നോക്കട്ടെ, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കേണ്ട ഒരു പ്രോസസ്സാണ്. നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോഴേ സബ്ജക്റ്റിനെ കണ്ടു, വേർബിനെ കണ്ടു, എഗ്രിമെന്റ് കറക്റ്റ് ആണോ, ഓക്കെ അങ്ങനെ പോകണ്ട. അല്ലാണ്ട് ഇതിങ്ങനെ 5 സ്റ്റെപ്പായിട്ട് വായിക്കാൻ നിന്നാൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്ക് എക്സാം കഴിയും. സോ അങ്ങനെയല്ല പറയുന്നത്. ഇത് പ്രാക്ടീസിലൂടെ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വായനയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നൗ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ കോർ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് വരണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് വരണം. ഇതിന് വളരെ ചെക്കിംഗ് എഗ്രിമെന്റ് മീൻസ് ഇപ്പോ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് യൂസ് ചെയ്തിട്ടുണ്ടോ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ദ ബോയ് റൺസ് ഫാസ്റ്റ് എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദ ബോയ് എന്നുള്ളത് സിംഗുലർ, സോറി, ദ ബോയ്സ് റൺ ഫാസ്റ്റ്, സോറി, ദ ബോയ് റൺ ഫാസ്റ്റ്. ദ ബോയ് റൺ ഫാസ്റ്റ് എന്ന് പറയുന്നത്, ദ ബോയ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡ് ആണ്. അതിന്റെ കൂടെ വരേണ്ടത് സിംഗുലർ വേർബ് തന്നെയാണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ, ദ ബോയ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ വേർബ് റൺ അല്ലെങ്കിൽ റൺ എന്നുള്ളതാണ് വേർബ് എങ്കിൽ അതിന്റെ സിംഗുലർ ഫോമാറ്റിലായിരിക്കണം വേർബ് വരേണ്ടത്. അത് അങ്ങനെ വരുന്നുണ്ടോ, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതിന്റെ സിംഗുലാരിറ്റി പ്ലൂരാലിറ്റി എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്കിംഗ് എഗ്രിമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അതായത് സബ്ജക്റ്റിന്റെ സിംഗുലാരിറ്റി ഓർ പ്ലൂരാലിറ്റി അനുസരിച്ച് വേർബും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബും ആയിരിക്കണം. അതിനുള്ള എക്സാമ്പിൾസ് ഇതൊക്കെ ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്ന എക്സാമ്പിൾസ് ആണ്. ദ ബോയ് റൺസ് ഫാസ്റ്റ്, ദ ബോയ്സ് റൺ ഫാസ്റ്റ്. ഇതിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബേസിക് എന്താ പറയാ, ഒരു ഫണ്ണി നിങ്ങൾക്ക് ഓർത്ത് വെക്കാനൊക്കെ ഈസി ആയിട്ട്. അതായത് ഒറ്റയ്ക്കുള്ള ആളാണെങ്കിൽ വി നീഡ് എ കമ്പനി, അതായത് വേർബിന്റെ കൂടെ ഒരു കമ്പനിയും കൂടെ കൊടുക്കണം, ഒരു ഫ്രണ്ടിനെയും കൂടെ കൊടുക്കണം. ആൻഡ് ദാറ്റ് ഫ്രണ്ട് ഷുഡ് ബി എസ്. അങ്ങനത്തെ ഒരു ലോജിക്കൽ ആലോചിച്ച്, അല്ലെങ്കിൽ അത് ലോജിക്കല്ല, അത് ഒരു ഓർത്ത് വെക്കാനൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ദ ബോയ് റൺസ് ഫാസ്റ്റ്. ദ ബോയ് എന്നുള്ളത് ഒറ്റയ്ക്കുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഹി നീഡ്സ് എ കമ്പനി. അതുകൊണ്ട്
നമ്മൾ ഈ വേർബിന്റെ കൂടെ ഒരു കമ്പാനിയനെയും കൂടെ കൊടുക്കുന്നു, ദാറ്റ് ഇസ് എസ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാലും മതി. അത് ഒരുമിച്ചുള്ള ആളുകളാകുമ്പോൾ പിന്നെ അവർക്ക് ഒരു എക്സ്ട്രാ കമ്പനി ആവശ്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു കമ്പാനിയന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ആ വേർബ് ഒറ്റയ്ക്ക് തന്നെ മതി. അങ്ങനെ ഓർത്തിരുന്നാലും മതി. അത് ചെറിയ ക്ലാസ്സിലൊക്കെ കൊടുക്കുന്ന എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഇൻ കേസ് ഇഫ് യു ഡോണ്ട് നോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദ ബോയ് റൺസ് ഫാസ്റ്റ്, ദ ബോയ്സ് റൺ ഫാസ്റ്റ്. ഇവിടെ ദ ബോയ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, റൺസ് എന്നുള്ളത് സിംഗുലർ വേർബ് ആണ്. അതായത് വേർബിന്റെ സിംഗുലർ ഫോമാറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ ബോയ്സ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേർബിന്റെ കൂടെ നമുക്ക് കമ്പാനിയൻ ആവശ്യമില്ല, അല്ലെങ്കിൽ വേർബും പ്ലൂറൽ വേർബ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ദ ബോയ്സ് റൺ ഫാസ്റ്റ്. ദിസ് ബേസിക് റൂൾ ക്രിയേറ്റ്സ് മോസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ്. ഇത് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, വളരെ സില്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഇസ് ദ കീ ടു ഓൾ എക്സാംസ്. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. പിന്നെ ഈ സിംഗുലർ വേർബ്സ് യൂഷ്വലി എസ്സിൽ ആയിരിക്കും അവസാനിക്കുക, എസ്സിലും പ്രസന്റ് ടെൻസിലും ആയിരിക്കും അവസാനിക്കുക. അതും ഒരു ഓർത്ത് വെക്കാനൊക്കെ ഒരു ഈസിനെസ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ആൻഡ് പ്ലൂറൽ വേർബ്സ് യൂഷ്വലി അങ്ങനെയല്ല, അതായത് എസ് ഇല്ല, ആൻഡ് ഓൾസോ പ്രസന്റ് ടെൻസ് തന്നെ ആയിക്കോളണമെന്നും ഇല്ല. ഹി റൺസ് എന്നാണ് പറയാ, അല്ലെ? ദേ ആണെങ്കിലോ, ദേ ആണെങ്കിൽ റൺസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ദേ റൺ. ഷീ ആണെങ്കിലോ, ഷീ റൺസ് എന്ന് പറയും. ദേ ആണെങ്കിൽ അഗൈൻ റൺ എന്ന് മതി. ഓക്കെ, നൗ ഐഡന്റിഫൈയിങ് ദി സബ്ജക്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ്. ഫൈൻഡ് ഹൂ ഓർ വാട്ട് പെർഫോംസ് ദി ആക്ഷൻ. അതാണല്ലേ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആരാണ് ആക്ഷൻ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആക്ഷൻ ആരാലാണോ ചെയ്യപ്പെടുന്നത്, ഹി ഓർ ഷീ ഇസ് ദി സബ്ജക്ട്, അല്ലെങ്കിൽ അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുവേ, അതിലേക്കൊന്നും പോകരുത്. ഇത്ര മാത്രമേ ആലോചിക്കാവൂ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വേർബ് ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നത് ആരാലാണോ, അതാണ് സബ്ജക്റ്റ്. ഇത്രയേ ആലോചിക്കാവൂ. നിങ്ങൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകരുത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദ ക്വാളിറ്റി ഓഫ് ദ ആപ്പിൾസ് ഇസ് ഗുഡ്. ഇതില് കുറച്ച് ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതില് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഏതാണ് എന്ന് കൺഫ്യൂഷൻ ചിലപ്പോൾ വരും. ഇതിൽ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ്. നിങ്ങൾ ചിലപ്പോൾ ക്വാളിറ്റി ഓഫ് ദ ആപ്പിൾസ് എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകരുത്. മെയിൻ സബ്ജക്റ്റ് എന്താണോ അതിലേക്ക് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ ഈ മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് കിട്ടുക എന്നുള്ളതാണ് ഈ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു സെന്റൻസിൽ ക്വാളിറ്റി എന്നുള്ളതാണ് സബ്ജക്റ്റ് എന്ന് കണ്ടുപിടിക്കലാണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ആർ നോയ്സി. അതില് സബ്ജക്റ്റ് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞ അത്രയും ഒരു പോർഷൻ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മൊത്തം, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു പാർട്ട് സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ കൊടുക്കുന്നത്. നിങ്ങളെ ട്രിക്കി ആക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പൊ അതിൽ വഞ്ചിതരാവാതിരിക്കുക. മെയിൻ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധ കാണിക്കുക. ഇതിൽ സ്റ്റുഡൻസ് എന്നുള്ളതാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇഗ്നോർ എക്സ്ട്രാ ഫ്രേസസ് വൈൽ ഐഡന്റിഫൈയിങ് ദ സബ്ജക്റ്റ്. അതാണ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ, നൗ ട്രാപ്പ് വേർഡ്സ് ഇൻ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. അതായത് ഇത് നിങ്ങൾക്ക് കോമൺ കൺഫ്യൂസിങ് ഫ്രേസസ് ആണ്. ഇതൊക്കെ വരുമ്പോൾ മെയിൻ സബ്ജക്റ്റിന് മാറ്റം ഇവിടെ വരും, ഇല്ല ഇവിടെ വരുന്നില്ല. ഓക്കെ, ഈ കുറച്ച് ഫ്രേസസ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഇവരൊന്നും സബ്ജക്റ്റിന് മാറ്റം വരുത്തുന്നില്ല. അതായത് അതിപ്പോ ഞാൻ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. along with, together with, as well as, in addition to, besides, ഇതുപോലെയുള്ള ഫ്രേസസ് ഒന്നും നമ്മൾ ഒരു സെന്റൻസിൽ, അതായത് ഒരു സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് സബ്ജക്റ്റിന്റെ പ്ലൂറാലിറ്റി ഓർ സിംഗുലാരിറ്റിക്ക് മാറ്റം വരുന്നില്ല. അത് അതുപോലെ തന്നെ മെയിൻ സബ്ജക്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റാം ആൻഡ് ശ്യാം ആർ ഈറ്റിംഗ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? റാം ആൻഡ് ശ്യാം
are eating. ഇനി റാം along with ശ്യാം ആണെങ്കിൽ എന്ത് വരും? റാം along with ശ്യാം, റാം together with ശ്യാം, റാം as well as ശ്യാം, ഇങ്ങനെയൊക്കെ വരാണെങ്കിൽ എന്താ വരാ? ആറാണോ വരാ? രണ്ടുപേരില്ലേ, അപ്പൊ ആറല്ലേ വരാ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. യെസ് മാം. ഓക്കെ. ആറാണോ വരുന്നത്? റാം അലോങ് വിത്ത് ശ്യാം ആർ ഈറ്റിംഗ് എന്നാണോ പറയാ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്താലും മതി. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണമെന്നില്ല. ചാറ്റ് ബോക്സ് റാം ആൻഡ് ശ്യാം ആർ ഈറ്റിംഗ് അല്ലെങ്കിൽ ദേ ആർ പ്ലേയിങ്, അത് ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഐ എം ആസ്കിങ് അബൌട്ട് റാം അലോങ് വിത്ത് ശ്യാം. അവിടെ എന്താ വരാ? ഈസ് ഓർ ആർ, ഏതാണ് യൂസ് ചെയ്യാ? അല്ലെങ്കിൽ റാം ടുഗെദർ വിത്ത് ശ്യാം, ഈസ് ആണ് ഒബ്വിയസ്ലി വരാ. അത് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്താലേ ഈ പറയുന്ന പോയിന്റ് ക്ലിയർ ആവും. ഈ അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു, ബിസൈഡ്സ്, ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ വേർബ് മാറില്ല. അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ ശ്യാം ആൻഡ് അല്ല റാം ആൻഡ് ശ്യാം എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരായി, അല്ലെങ്കിൽ അതൊരു ഒരുമിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ റാം അലോങ് വിത്ത് ശ്യാം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അതിൽ ഈസ് ആണ് വരാം. റാം അലോങ് വിത്ത് ശ്യാം ഇസ് ഈറ്റിംഗ്. ഇത് ഈ ഫ്രേസസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇത് വരുമ്പോൾ ഒരിക്കലും മെയിൻ സബ്ജക്റ്റ് മാറ്റം വരില്ല. അത് ഈ ഫ്രേസസ് നിങ്ങൾ ട്രിക്കി ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇത് വരുമ്പോൾ മെയിൻ സബ്ജക്റ്റിന് ഒരു മാറ്റവും വരില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ. ആൻഡ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലൂരാലിറ്റി മാറി, അല്ലെങ്കിൽ അത് പ്ലൂറൽ ആയി. അത് രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അലോങ് വിത്ത് എന്ന് പറയുന്നത് ഇതിന് മാറ്റം വരുത്തുന്നില്ല. അത് അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സിംഗുലർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. യെസ്, വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവിടെ രണ്ടുപേരിനെ കുറിച്ചാണല്ലോ പറയണത്. അതാണ് പറഞ്ഞത്. അത് ടുഗെദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് രണ്ട് സബ്ജക്ട്സിനെയും അങ്ങനെ തന്നെ, മെയിൻ സബ്ജക്റ്റിനെ അങ്ങനെ തന്നെ സിംഗുലർ ആയിട്ട് തന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മനസ്സിലാവും. അത് പറയാം. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല, അതെനിക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. ഓക്കെ, നോ ഈ സെന്റൻസ് നോക്കൂ. The principal along with the teachers are attending the meeting. ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യൂ. കറക്റ്റ് ചെയ്തിട്ട് ആൻസർ പറയണേ. ആൻസർ ടൈപ്പ് ചെയ്യണേ. The principal along with the teachers are attending the meeting. അല്ലെങ്കിൽ ഇതിന്റെ ആ ചേഞ്ച് ചെയ്ത ആ ഏരിയ മാത്രം പറഞ്ഞാലും മതി. ഇത് ഹോൾ സെന്റൻസ് ടൈപ്പ് ചെയ്തിടണമെന്നില്ല. ഏത് ഏരിയയിലാണ് ചേഞ്ച് ഉള്ളത് ആ ഏരിയ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, മൂന്ന് പേര് ഓക്കെ, ഫൈൻ. The principal along with the teachers are attending the meeting is wrong because പ്രിൻസിപ്പൽ ആൻഡ് ദ ടീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ആർ യൂസ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ, പ്രിൻസിപ്പൽ അലോങ് വിത്ത് എന്നാണ് കൊടുത്തത്. അലോങ് വിത്ത് അഗൈൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ദ പ്രിൻസിപ്പൽ എന്ന് മാത്രമേ എടുക്കണ്ടൂ. അപ്പോ ദ പ്രിൻസിപ്പൽ എന്ന് മാത്രം മെയിൻ സബ്ജക്ട് എടുക്കുമ്പോൾ എന്താ വരാ? വെർബ് ഈസ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസ് ആണ്. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് ദ ടീച്ചേഴ്സ് ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, റൈറ്റ് ആൻസർ ആണ്. കാരണം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അലോങ് വിത്ത് എന്നുള്ള വേർഡാണ്. അതുകൊണ്ടാണ് ഇവിടെ ടീച്ചേഴ്സ് ഈസ് അറ്റൻഡിങ് ദ മീറ്റിംഗ് എന്നായിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് മാത്രമേ എടുക്കാവൂ. ദ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് മാത്രമേ എടുക്കാവൂ. അലോങ് വിത്ത് ടീച്ചേഴ്സ് നമ്മൾ മനസ്സിലുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തിട്ടായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് വിൽ ചേഞ്ച്, അതെന്താ ഉദ്ദേശിച്ചത്?
ഇപ്പൊ നമ്മൾ ഇസ് എടുക്കുമ്പോ ടീച്ചേഴ്സിന്റെ എസ് മാറ്റണോ? ടീച്ചറിനാക്കണോ അത് ടീച്ചേഴ്സ് തന്നെയാണോ? ഇല്ല, ഇവിടെ ടീച്ചേഴ്സ് ഇല്ല, ടീച്ചർ അപ്പസ്ട്രോഫി എസ് എന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ എന്നാണല്ലോ അർത്ഥം വരുന്നത്. ഇവിടെ നമുക്ക് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഏരിയ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അലോങ് വിത്ത് ദ ടീച്ചേഴ്സ് എന്നുള്ളത് നിങ്ങൾ മായ്ച്ചു കളഞ്ഞു. ദ പ്രിൻസിപ്പാൾ അലോങ് വിത്ത് എന്ന് കാണുകയാണെങ്കിൽ മാത്രം കേട്ടോ. അലോങ് വിത്ത്, ബിസൈഡ്സ് അല്ലെങ്കിൽ ടുഗെദർ അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കുറച്ച് വേർഡ്സ് ഇല്ല, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരുമിച്ചുള്ള അതിനെ ഒരുമിച്ച് ഹൈഡ് ചെയ്തിട്ട് വായിച്ചാൽ മതി. ദ മെയിൻ സബ്ജക്റ്റിന് മാത്രം എടുത്ത് വായിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ടീച്ചേഴ്സോ അലോങ് വിത്തോ ഒന്നും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ പ്രിൻസിപ്പാൾ എന്ന് മാത്രമേ നിങ്ങൾ കാണാവൂ. ആ മെയിൻ സബ്ജക്റ്റിനെ മാത്രമേ എടുക്കാവൂ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ 5 സ്റ്റെപ്പിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിരുന്നു. സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നിയ കാര്യമായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല, അത് അത്ര ഭയങ്കര ഈസി അല്ല. നിങ്ങൾക്കൊരു ഈ ഒരു ജിപ്മാറ്റ് പോലുള്ള ഒരു എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരിക്കലും എല്ലാവർക്കും ഒരേപോലെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല തരിക. കുറച്ചൊരു ട്രിക്കി ആക്കി ചോദിച്ചാലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് കുറച്ചും കൂടെ ടഫ് ആക്കിയാലും ഈ കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു കഴിവാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. ഇങ്ങനത്തെ വേർഡ്സ് കാണുമ്പോൾ അതിന്റെ കൂടെയുള്ള ആ ബാക്കിയുള്ള ഭാഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇഗ്നോർ ചെയ്തിട്ട് വായിച്ചാൽ മതി. ദ പ്രിൻസിപ്പാൾ എന്ന് മാത്രമാണ് കാണേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇത് മെയിൻ സബ്ജക്ട് എന്താണോ അതാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല, വളരെ ഫ്ലുവന്റ് ആയിട്ടുള്ള ഭാഷ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ആർന്ന് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം തോന്നില്ല. അത് പ്രിൻസിപ്പൽ അലോങ് വിത്ത് ടീച്ചേഴ്സ് ആർ അറ്റൻഡിങ് ദ മീറ്റിംഗ്. പ്രശ്നമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു എന്താ പറയാ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഇത് ഒരു നാച്ചുറലി സൗണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എടുക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നൗ either or, neither nor ഇങ്ങനത്തെ സെന്റൻസസ് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൽ നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് നോക്കണം. This is an important competitive exam rule. The verb agrees with the nearest subject. Verb ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. എക്സാമ്പിൾ നോക്കും, either the teacher or the students are responsible. ഇതില് വേർബിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇതിൽ വേർബ് ഏതാണെന്ന് മനസ്സിലായില്ലേ? either the teacher or the students are responsible ഏതാണ് വേർബ്? പ്ലീസ് റെസ്പോണ്ട്. തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിക്കുക. ഇപ്പൊ തെറ്റിച്ചാലും നിങ്ങൾ പിന്നെ അത് മറക്കില്ല. സോ ഫീൽ ഫ്രീ ടു ആൻസർ. വെരി ഗുഡ്. either the teacher or the students are responsible ആണ് വേർബ്. അപ്പൊ ആ വേർബിന്റെ നിയറസ്റ്റ് സബ്ജക്ട് ഏതാ? അതായത് ഇതിൽ 2 സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പൊ അതില് വേർബിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സബ്ജക്റ്റിനോട് മാത്രമേ ഈ വേർബ് എഗ്രി ചെയ്യേണ്ടതുള്ളൂ. ഇത് ഞാൻ പറയുന്നത് വെരി ഗുഡ്, സ്റ്റുഡൻസ് ആണ് വേർബിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സബ്ജക്ട്. അപ്പൊ either or, neither nor പോലെയുള്ള സെന്റൻസസ് വരുമ്പോൾ ഇത് എല്ലാ കേസിലും അപ്ലൈ ചെയ്യരുതേ. ഈ 2 കേസിലുള്ള മാത്രം കാര്യമാണ് പറയുന്നത്. either or അല്ലെങ്കിൽ neither nor എന്നുള്ള ഫോമാറ്റിൽ കൺസ്ട്രക്ട് ചെയ്ത സെന്റൻസസ് വരുമ്പോൾ നിങ്ങൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് നോക്കേണ്ട കാര്യമാണ് പറയുന്നത്. എല്ലാ കേസിലും കൊണ്ടുപോയി അപ്ലൈ ചെയ്യരുത്. ഇതിൽ മാത്രം, അതായത് either or, neither nor വരുമ്പോൾ വേർബിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിന്റെ ടെൻസ് അല്ല, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് അതാണ് വേർബിൽ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വേർബ് എന്ന് പറയുന്നത് ആർ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ളതാണ് നിയറസ്റ്റ് സബ്ജക്ട്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വേർബ് പ്ലേസ് ചെയ്യേണ്ടത്. either the teacher or the students കഴിഞ്ഞിട്ട് അടുത്തതാണ് വേർബ് വരേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വേർബ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇതിന്റെ പ്ലൂറാലിറ്റിയോടാണ് അല്ലെങ്കിൽ സിംഗുലാരിറ്റിയോടാണ്. സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറൽ വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആർ എന്നുള്ള പ്ലൂറൽ വേർബ് വയ്ക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. either the teacher or the students are responsible. ഇതിൽ വേർബ് എന്ന് പറയുന്നത് ആർ എന്നുള്ളതാണ്. അത് ആർ വരാൻ കാരണം അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഈ ഒരു
കാര്യം അപ്ലൈ ചെയ്യുന്നത് ഐദർ ഓർ കേസിൽ അല്ലെങ്കിൽ നീദർ നോ കേസിൽ മാത്രമാണ്. അടുത്ത എക്സാമ്പിൾ നോക്കൂ. നീദർ ദ സ്റ്റുഡൻസ് നോ ദ ടീച്ചർ ഇസ് പ്രസന്റ്. നീദർ ദ സ്റ്റുഡൻസ് നോ ദ ടീച്ചർ ഇസ് പ്രസന്റ്. ഇവിടെ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഉൾട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഇൻവേർഷൻ ആണ് അല്ലെ. ഇത് ഇവിടെ വേർബിന്റെ അടുത്ത് കിടക്കുന്നത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വേർബും സിംഗുലർ ഫോമാറ്റിൽ തന്നെ എഴുതാൻ പാടും. നീദർ ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ആർ എന്ന് പറയായിരുന്നു അല്ലെ. നോ ദ ടീച്ചർ, ടീച്ചേഴ്സ് എന്നായിരുന്നെങ്കിലും ആർ എന്ന് പറയായിരുന്നു. പക്ഷെ ഇത് ടീച്ചർ എന്നായതുകൊണ്ട് വി ഹാവ് ടു റൈറ്റ് സിംഗുലർ വേർബ്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നീദർ സ്റ്റുഡൻസ് നോ ദ ടീച്ചർ ഈസ് പ്രസന്റ്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയാലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഒരു എക്സാമിന് പോവുക. ആ സമയത്ത് ഐദർ ഓർ ആണോ നീദർ നോർ ആണോ എന്നൊന്നും കണ്ടാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പോലും, അല്ലെങ്കിൽ അതൊന്നും എടുക്കാനുള്ള ഒരു ക്ഷമയോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്ത്, ഇപ്പൊ ഇന്ന് ഇത് എടുത്തത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാ, എന്നാൽ മാത്രമേ എക്സാമിൽ ഇത് തെറ്റിക്കാതിരിക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല, അറിയില്ല, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ടല്ലല്ലോ കുട്ടികൾ ഫെയിൽ ആവുന്നത്, ആ സമയത്ത് ഇത് ശരിയാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഇത് ഇന്ന് തന്നെ മനസ്സിലാക്കുക. നൗ ഇതിൽ കറക്റ്റ് വേർബ് ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. നീദർ ദ മാനേജർ നോ ദ എംപ്ലോയീസ് ഡാഷ് വില്ലിംഗ്. അതിൽ എ ആണോ ബി ആണോ വരിക എന്ന് പറയണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ. നീദർ ദ മാനേജർ നോ ദ എംപ്ലോയീസ് ഡാഷ് വില്ലിംഗ്. Option A is, option B are. Yes, yes. Okay. Neither the manager nor the employees are willing. എന്താണ് ആർ? നിയറസ്റ്റ് സബ്ജക്റ്റ് ഏതാ? എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് എന്നുള്ളത് പ്ലൂറൽ വേർഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ പ്ലൂറൽ വേർബ് ഇസ് ആർ. നോ അടുത്ത ക്വസ്റ്റ്യനും ഓക്കെ ഒന്നും കൂടെ നോക്കാം. ഐദർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഡാഷ് റെസ്പോൺസിബിൾ. അവിടെ ഏത് വേർബാ യൂസ് ചെയ്യുക? ആർ ആണോ ഈസ് ആണോ? ഐദർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഡാഷ് റെസ്പോൺസിബിൾ. യെസ്, വെരി ഗുഡ്. നേരത്തെ ദിയ ഓൾറെഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെയും ബി ആണ് ആൻസർ, അല്ലെങ്കിൽ ഈസ് ആണ് യൂസ് ചെയ്യുക. ഐദർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ ഈസ് റെസ്പോൺസിബിൾ. അതായത് ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ വേർഡ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ഇത് നമ്മൾ മുൻപേ പഠിച്ചു വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. ഇത് നിങ്ങളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു വലിയ സെന്റൻസിലൊക്കെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്രയും ഈസി സെന്റൻസ് ആയിരിക്കില്ല എക്സാമിന് തരാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള സെന്റൻസസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് നിങ്ങൾ ഇത് റൈറ്റ് ആക്കുന്നതിലാണ് നിങ്ങളെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. നൗ നമുക്ക് കളക്റ്റീവ് നൗൺസ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് വേർഡ്സ് ആണ്. കോമൺ കളക്റ്റീവ് നൗൺസ്. ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ സംശയം. എന്തായിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ടീം, കമ്മിറ്റി, ജൂറി, ഫാമിലി, ഗ്രൂപ്പ്, ഈ തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാം പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ഈ വാക്കുകൾ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ടീം, ദ കമ്മിറ്റി, ജൂറി, ഫാമിലി, ഗ്രൂപ്പ്, ഇതെല്ലാം ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിംഗുലർ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതും നിങ്ങളെ ട്രിക്ക് ചെയ്യിക്കാൻ വേണ്ടി തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ റോങ് ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി തരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കമ്മിറ്റി എന്ന് തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും കമ്മിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ. ജൂറി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയല്ല ഇത് എടുക്കേണ്ടത്. ഇതൊരു കളക്റ്റീവ് നൗൺ ആണ്. ആ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന നൗൺസ് ആണ്. ഈ ഒരു ഹോളിനെ സിംഗുലർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് പോലീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളാണ്. പക്ഷെ ദ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദ പോലീസ് ഹാസ് അറൈവ്ഡ് അങ്ങനെയല്ലേ പറയാം, അല്ലെങ്കിൽ ദ പോലീസ് ഹാവ് അറൈവ്ഡ് എന്ന് പറയില്ല. അതിനെ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ കമ്മിറ്റി ഹാസ് ടേക്കൺ എ ഡിസിഷൻ. അത് കമ്മിറ്റീനെ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Now, ഈ കളക്റ്റീവ് നൗൺസ് ഒന്ന് നോട്ട് ചെയ്യാം. Now, സ്പെഷ്യൽ സിംഗുലർ നൗൺസ്. ഇത് നമുക്ക് കാണുമ്പോൾ പ്ലൂറൽ ആയിട്ട് തോന്നും, പക്ഷെ ആക്ച്വലി സിംഗുലർ ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ കളക്റ്റീവ് നൗൺസിനോട് സിമിലർ ആയിട്ടുള്ളതാണ്, പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ന്യൂസ്, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, ഫേർണിച്ചർ, സീനറി, ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്ലൂറൽ ആണ് എന്ന് പറയാനുള്ള ടെൻഡൻസി കൂടുതലാണ്, പക്ഷെ ദേ ആർ ആക്ച്വലി സിംഗുലർ, അല്ലെങ്കിൽ അവരെ കൺസിഡർ ചെയ്യുന്നത് സിംഗുലർ ആയിട്ടാണ്. ന്യൂസ് എന്ന് പറയുന്നത് ന്യൂസ് ഇസ് ഷോക്കിംഗ്. ദ ന്യൂസ് ആർ ഷോക്കിംഗ് എന്നല്ല നമ്മൾ പറയാം ഒരിക്കലും. ന്യൂസിനെ സിംഗുലർ വേർഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷിലെ കുറച്ച് ബേസിക് റൂൾസ് ആണ്. ഇതെല്ലാം നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവസാനം ഒരു എസ് ഇല്ലേന്നൊന്നും വിചാരിച്ചിട്ട് അത് പ്ലൂറൽ ആണ് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. മാത്തമാറ്റിക്സ് ഇസ് എ സിംഗുലർ വേർഡ്. സബ്ജക്ട്സ് ഒക്കെ സിംഗുലർ ആണ് ഇംഗ്ലീഷിൽ. പോളിറ്റിക്സ്, ഫേർണിച്ചർ, സീനറി, ഇതിനെല്ലാം സിംഗുലർ വേർഡ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫേർണിച്ചർ ഈസ് എക്സ്പെൻസീവ്, ഫേർണിച്ചർ ആർ എക്സ്പെൻസീവ് എന്നല്ല പറയാം. ഓക്കെ, ഈ 3 സെന്റൻസിലെയും എറർ സ്പോട്ട് ചെയ്യണം. വേഗം സ്പോട്ട് ചെയ്ത് പറഞ്ഞോളൂ. The news are disturbing, furniture are costly nowadays, mathematics have become difficult. Are, okay. Okay, are, have. വെരി ഗുഡ്. ഇനി അതിന്റെ കറക്റ്റ് സെന്റൻസും പറയണം. ഈ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വേർബ് ഏതാണെന്ന് പറയണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഏഞ്ചല. So the news is disturbing, the furniture is costly nowadays, mathematics has become difficult. ഇങ്ങനെയാണ് അതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ വരിക. ഓക്കെ, നൗ ഈച്ച് ആൻഡ് എവ്രി പോലെയുള്ള വേർഡ്സ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എങ്ങനെയാണ് നോക്കുന്നത് എന്നാണ്. ഈച്ച് ആൻഡ് എവ്രി സിംഗുലർ വേർബ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എവിടെ അത് വന്നു കഴിഞ്ഞാൽ സിംഗുലർ വേർബ്സ് ഉപയോഗിച്ചുള്ള ഈച്ച് ഓർ എവ്രി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട, സിംഗുലർ വേർബേ വരുള്ളൂ. അങ്ങനെ ഒരു റൂൾ അവിടെ മനസ്സിൽ കുറിച്ചിട്ടോളാം. അതിനുള്ള എക്സാമ്പിൾസ്: ഈച്ച് സ്റ്റുഡന്റ് ഹാസ് സബ്മിറ്റഡ് ദ ഫോം, എവ്രി പ്ലെയർ വാസ് റെഡി. ഇതെല്ലാം ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. അതാണ് ഈച്ചും എവ്രിയും എല്ലാം സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതിനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈച്ച് സ്റ്റുഡന്റ് ഹാസ്, സ്റ്റുഡൻസ് ഹാവ് എന്നാണ് നമ്മൾ പറയാം അല്ലെ. ഇതിപ്പോ സ്റ്റുഡൻസ് ആണെങ്കിൽ ഹാവ് എന്നായിരുന്നു പറയാം. ഇവിടെ മുന്നിലൊരു ഈച്ച് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന് സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കോമൺ എറർ വൺ ഓഫ് ദ യൂസ് ചെയ്യുന്ന സെന്റൻസസിലാണ്. വൺ ഓഫ് ദ യൂസ് ചെയ്യുമ്പം ഈ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. വൺ ഓഫ് ദ ബോയ്സ് ഹാവ് അറൈവ്ഡ്, അത് കറക്റ്റ് ആണോ? വൺ ഓഫ് ദ ബോയ്സ് ഹാവ് അറൈവ്ഡ്. യെസ്, വെരി ഗുഡ്. വൺ ഓഫ് ദ ബോയ്സ് ഹാസ് അറൈവ്ഡ് എന്നാ പറയാം. വൺ ഓഫ് ദ വരുമ്പം നമ്മൾ പറയുന്നത് വൺ ഓഫ് ദ ഗ്രൂപ്പിനെ പറ്റിയാണ്. ഒരു വലിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ എത്രയോ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവിടെ സബ്ജക്റ്റ് ആരാ? ആ വൺ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജിപ്മാറ്റ് പോലെയുള്ള എൻട്രൻസുകളിൽ ഈ വൺ ഓഫ് ദ യൂസ് ചെയ്തിട്ടുള്ള ട്രിക്കി സെന്റൻസുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ഒരുപാട് കുട്ടികൾക്ക് തെറ്റി പറ്റുന്ന ഏരിയ ആണ്. വൺ ഓഫ് ദ വരുമ്പോ എപ്പോഴും സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ആ ബോയ്സിന്, ഹോൾ ഗ്രൂപ്പ് ഓഫ് ബോയ്സിൽ ഒരാളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആ ഒരാളെന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേർബും സിംഗുലർ ആയേ തീരൂ, സിംഗുലർ ആയിരിക്കണം. അതാണ് റൈറ്റ് ആൻസർ. വൺ ഓഫ് ദ എവിടെ കണ്ടാലും നമ്മളിപ്പോ ഇത് യൂഷ്വലി സെന്റൻസ് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു മിസ്റ്റേക്ക് ആണത്.
അതായത് ആളുകൾ വൺ ഓഫ് ദ പറഞ്ഞിട്ട് അതിന് വീണ്ടും ഒരു പ്ലൂറൽ വേർബ് ഇട്ടങ്ങ് കൊടുക്കും. അതൊരിക്കലും ചെയ്യരുത്. അത് ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു നമുക്ക് അത് പറയുന്നതിൽ തെറ്റുണ്ടോ ചോദിച്ചാൽ അത് കമ്മ്യൂണിക്കേഷനിൽ കുഴപ്പമില്ല. അതായത് ആ ഐഡിയ കൺവേ ആയാൽ മതി. പക്ഷെ അത് ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് റൂളിൽ അത് തെറ്റായ കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറയുകയോ എഴുതുകയോ ചെയ്യരുത്. നിങ്ങൾ ഹയർ ലെവലിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. വൺ ഓഫ് ദ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആണെങ്കിൽ പോലും വൺ ഓഫ് ദ യൂസ് ചെയ്ത് പറയുന്ന ഒരു സെന്റൻസിൽ എപ്പോഴും സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം വൺ ഇസ് സിംഗുലർ. ഈ സെന്റൻസുകൾ നിങ്ങൾ ഏതാണ് തെറ്റ്, അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏതാ, അങ്ങനെ പറഞ്ഞാൽ മതി. Each of the students have a laptop. One of the girls were absent. Every employee are punctual. Each of the students has a laptop. One of the girls was absent. Every employee is punctual. Where is Al Sabit? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ ഇപ്പം. ക്ലാസ്സിലില്ലേ? ചാറ്റ് യൂസ് ചെയ്യാൻ കാണില്ല. യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ ഫൈൻ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യത്തിന്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് നോക്കുകയാണ്. സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന്റെ എക്സ്ട്രാ ഫ്രേസസ് ഇഗ്നോർ ചെയ്യുക. അതായത് സബ്ജക്റ്റിന്റെ കൂടെ വരുന്ന മറ്റൊരുപാട് കാര്യങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക. അതായത് മെയിൻ സബ്ജക്ട് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് മാത്രം എടുക്കുക. അതിന്റെ കൂടെ അലോങ് വിത്ത് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും, അതിലേക്കൊന്നും പോവാതിരിക്കുക. ഈ മെയിൻ സബ്ജക്ട് എന്താണോ അത് മാത്രമേ കാണാവൂ, ബാക്കിയൊന്നും നിങ്ങൾ കാണണ്ട. വേർബ് ഫോളോസ് മെയിൻ സബ്ജക്ട്, അതറിയാലോ. വേർബ് മെയിൻ സബ്ജക്റ്റിന്റെ പ്ലൂറാലിറ്റിയോ സിംഗുലാരിറ്റി അനുസരിച്ചായിരിക്കും വേർബിന്റെ പ്ലൂറാലിറ്റി കിടക്കുന്നത്. നൗ ഈച്ച് ആൻഡ് എവ്രി ആർ സിംഗുലർ, അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ന്യൂസ്, മാത്തമാറ്റിക്സ്, പിന്നെ അതുപോലുള്ള സബ്ജക്ട്സ് ഇതെല്ലാം സിംഗുലർ ആയിട്ടാണ് ഇംഗ്ലീഷിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ പണ്ട് മുതലേ കൺവെൻഷനലി ട്രീറ്റ് ചെയ്ത് പോരുന്നത് ഇതിനെയൊക്കെ സിംഗുലർ ആയിട്ടാണ്. ഇനി വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ വരുമ്പോൾ അത് നമ്മൾ കാണും. നൗ നിയറസ്റ്റ് സബ്ജക്ട് റൂൾ ഇൻ ഐദർ നീദർ. ഇപ്പൊ ഇത് പറയുമ്പോൾ എല്ലാം റീകളക്ട് ചെയ്യുന്നില്ലേ? ഓരോ റൂൾസും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? റൂൾസ് ആസ് സച്ച് പഠിച്ചില്ലെങ്കിലും ഇത് വരുമ്പോൾ എങ്ങനെയാണ് വരാന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. അടുത്തത് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് ചെറിയൊരു പോർഷൻ ആണ്, പക്ഷെ ഇത് കറക്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ, റൂൾസ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് തെറ്റുകളിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ്. ആർട്ടിക്കിൾസിന് ഡിറ്റർമിനേഴ്സ് എന്നും കൂടെ നമ്മൾ പറയും, കാരണം ഇതാണ് ഡിറ്റർമിൻ ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. ആർട്ടിക്കിൾസ് സ്പെസിഫൈ, ഹെൽപ്പ് സ്പെസിഫൈ നൗൺസ്. നൗൺസിനെ സ്പെസിഫൈ ചെയ്യാനാണ് ആർട്ടിക്കിൾസ്. അതായത് എന്ത് തരം നൗൺ ആണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മളൊരു ആർട്ടിക്കിൾ പറയുന്നത്. അതിൽ തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഉണ്ട്. എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനാണ് ഈ എ ആൻഡ് ആൻ ഉപയോഗിക്കുന്നത്. ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോൾ അത് ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ്, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ ആൻഡ് ആൻ. ഓക്കെ, ആർട്ടിക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂഷ്വലി നിങ്ങൾക്ക് സൗണ്ട് ബേസ്ഡ് ഒരു ലോജിക്കിലൊക്കെ ആൻസർ ചെയ്യാം. പക്ഷെ തെറ്റാൻ സാധ്യത കുറവാണ്. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്താൽ മതി. ഈ എ വേഴ്സസ് ആനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ നിങ്ങൾക്ക് അറിയാലോ. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സൗണ്ട്, നോട്ട് ഓൺ സ്പെല്ലിംഗ്. ആൻ യൂസ് ചെയ്യണമെങ്കിൽ വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യണം. വവൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. എ യൂസ് ചെയ്യുമ്പോൾ കോൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. എ യൂണിവേഴ്സിറ്റി, ആൻ അംബ്രല, എ യൂറോപ്യൻ കൺട്രി, ആൻ ഓണസ്റ്റ് മാൻ. ഇതിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എ യൂണിവേഴ്സിറ്റി ബിക്കോസ് വവൽ സൗണ്ടിൽ വരുന്നതല്ല, യൂണിവേഴ്സിറ്റി. നൗ sorry, yeah, an umbrella,
എ യൂറോപ്യൻ കൺട്രി, ആൻ ഓണസ്റ്റ് മാൻ. ഇത് എച്ച് ആണെന്ന് വിചാരിച്ചിട്ട് ഇത് വരില്ല എന്നല്ല പറയേണ്ടത്. ഓണസ്റ്റ് എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ, ഓണസ്റ്റ്. അതുകൊണ്ട് അത് വവലായതുകൊണ്ട് തന്നെ ആൻ ഓണസ്റ്റ് മാൻ. ഓക്കെ. ഓക്കെ. നൗ ഇതൊക്കെ ഫ്രീക്വന്റ്ലി ആസ്ഡ് എറേഴ്സ് ആണ്. ആൻഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയില്ല. ഇറ്റ് ഇസ് എ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഇസ് നോട്ട് എ ഓണസ്റ്റ് പേഴ്സൺ, ഇറ്റ് ഇസ് ആൻ ഓണസ്റ്റ് പേഴ്സൺ. ദെൻ ഇറ്റ് ഇസ് നോട്ട് ആൻ വൺ ഐഡ് മാൻ. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ വരില്ല എന്നുള്ളത് അല്ലെ. ഇത് ആർട്ടിക്കിൾസ് യൂഷ്വലി നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇറ്റ് ഇസ് എ വൺ ഐഡ് മാൻ. ഇത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ റൂൾസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. റിവേഴ്സിന്റെ പേര്, ഓഷ്യൻസിന്റെ പേര്, മൗണ്ടൻ റേഞ്ചസിന്റെ പേര്, അതുപോലെ യൂണിക് ഒബ്ജക്ട്സ്, നമുക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ പേര്, ഇതൊക്കെ വരുമ്പോൾ ദ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ദ ഗാൻജസ്. ഗംഗ എന്നായി പോയി ഗാൻജസ് എന്ന് വായിച്ചാൽ മതി, ഇംഗ്ലീഷിൽ ഗാൻജസ് എന്നാണ് പറയാം. ദ ഹിമാലയാസ്, ദ സൺ. ഇങ്ങനെ ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എപ്പോഴും ദ, അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ദ. ഓക്കെ. ഇനി ചില കേസുകൾ നോ ആർട്ടിക്കിൾ കേസസ് ആയിട്ടുണ്ട്. അതായത് ഒരു ആർട്ടിക്കിളും നമ്മൾ മുന്നിൽ കൊടുക്കാതിരിക്കേണ്ട കേസുകളുണ്ട്. ഇത് ഒരുപാട് ആളുകൾ തെറ്റിക്കുന്ന ഒരു ഏരിയ ആണ്. വെറുതെ കൊണ്ടുപോയിട്ട് ഒരു ദ ഒക്കെ എല്ലാത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യേണ്ടാത്ത ഒരുപാട് കേസസ് ഉണ്ട്. ആ എക്സെപ്ഷണൽ കേസസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ലാംഗ്വേജസിന്റെ മുന്നിൽ, അതായത് നമ്മൾ ഒരിക്കലും ദ ഇംഗ്ലീഷ്, ദ മലയാളം അല്ലെങ്കിൽ എ ഇംഗ്ലീഷ് അങ്ങനെയൊന്നും പറയില്ല. അവിടെ ഒന്നും ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യരുത്. ദ ഫ്രഞ്ച് അങ്ങനെയല്ല പറയാം. ഏത് ലാംഗ്വേജ് പറയുമ്പോഴും അതിന്റെ മുന്നിൽ ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. ഏത് സബ്ജക്ട്സ് പറയുമ്പോഴും, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, പോളിറ്റിക്സ് അങ്ങനത്തെ സബ്ജക്ട്സ് പറയുമ്പോൾ, അതായത് അതൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ മുന്നിലൊന്നും ഒരാർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. മീൽസിന്റെ പറ്റി പറയുമ്പോൾ, ഡിഷസിനെ പറ്റി പറയുമ്പം, ഗെയിംസിനെ പറ്റി പറയുമ്പം ഇതിന്റെ മുന്നിൽ ഒന്നും ദ ക്രിക്കറ്റ് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ക്രിക്കറ്റ് അത് മാത്രമേ പറയൂ. ഇങ്ങനത്തെ കേസസിൽ വരുമ്പോൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാനേ പാടില്ല. ഇതൊക്കെ നിങ്ങൾ ഈ സെന്റൻസ് കൺസ്ട്രക്ഷനിലും അതുപോലെ പിക്ക് ചെയ്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചില സ്ഥലത്ത് നിങ്ങൾ ഇവിടെ ഒരു ദ നിർബന്ധമായിട്ടും വേണം എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് റൂളിൽ അവിടെ ദ യൂസ് ചെയ്യാൻ പറ്റാത്ത കേസ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനത്തെ കേസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ഈ ലാംഗ്വേജസിന്റെ മുന്നിലോ സബ്ജക്ട്സിന്റെ മുന്നിലോ അതുപോലെ മീൽസ്, ഡിഷസിന്റെ പേരിന്റെ മുന്നിലോ ഗെയിംസിന്റെ ഒക്കെ മുന്നിലോ ഒന്നും ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യരുത്. നമുക്ക് പൊതുവേ നമുക്ക് ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെ മുന്നിലും മലയാളികൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണത്. എന്ത് പറയുമ്പോഴും അതിന് മുന്നിൽ ഒരു ദ ഇടുന്നത് ഒരു സൗകര്യം പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, വി പ്ലേ ക്രിക്കറ്റ്, വി പ്ലേ ദ ക്രിക്കറ്റ് എന്ന് പറയാനുള്ള ടെൻഡൻസി നമുക്ക് വളരെ കൂടുതലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് കേട്ടോ പറയുന്നത്. ഗെയിംസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എപ്പോഴും ആ ഗെയിമിന്റെ പേര് മാത്രമേ പറയാവൂ, അതിന്റെ മുന്നിൽ ഒരു ദ കൊണ്ടുപോയി ഇടരുത്. ലഞ്ച് ഈസ് റെഡി, ദ ലഞ്ച് എന്ന് പറയില്ല. ദ ലഞ്ച് ഇസ് റെഡി അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു പ്രശ്നവും തോന്നില്ല. ദ ലഞ്ച് ഇസ് റെഡി ഫൈൻ ആണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതെന്ന് തോന്നും. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകും എക്സാമിൽ. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, ഒരു ഏരിയ ബ്ലാങ്ക് തന്നിട്ട് അവിടേക്ക് താഴെ കൊടുത്തിരിക്കുന്ന എടുത്ത് ആർട്ടിക്കിൾസ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറയാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾസ് പോയിട്ട് ഫില്ല് ചെയ്യരുത്. അവിടെ ആർട്ടിക്കിൾസ് 0 ആർട്ടിക്കിൾ കേസസ് ആണിത്. ഓക്കെ. നൗ ഇതിന്റെ ഒന്ന് ആൻസേഴ്സ് പറയൂ. ഹി ഈസ് ഡാഷ് ഓണസ്റ്റ് ഓഫീസർ, ഷീ ബോട്ട് ഡാഷ് അംബ്രല്ല, we visited dash Taj Mahal. And the is the right answer. അതെന്തുകൊണ്ട് എ പറഞ്ഞേ? She bought
ആൻ അംബ്രല്ല ആണ്. ഷി ബോട്ട് എ അംബ്രല്ല വരില്ല. ഷി ബോട്ട് ആൻ അംബ്രല്ല ആണ് വരിക. ഓക്കെ, വെരി മാം ഞാൻ എഴുതിയത് അത് അവിടെ ഓ ലെറ്റർ സോറി വന്നില്ല, സോറി. അതുകൊണ്ട് ഓക്കെ സെൻഡ് ഓക്കെ, ആയി പോയി. ഫൈൻ ഫൈൻ. സോ യെസ്, നോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എറർ സ്പോട്ടിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. A sentence contains one grammatical error. നമ്മുടെ ടാസ്ക് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ എറർ, അണ്ടർസ്റ്റാൻഡ് ദ റൂൾ വയലേറ്റഡ്, ദെൻ കറക്റ്റ് ഇറ്റ് ക്വിക്ലി. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എറർ കണ്ടുപിടിക്കുക, ഏത് റൂളാണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക, ദെൻ കറക്റ്റ് ഇറ്റ്. അപ്പോൾ ഒരു സെന്റൻസ് നിങ്ങൾ റാൻഡം ആയിട്ട് വായിക്കരുത്. ഒരു പേർപ്പസോട് കൂടിയ കോമ്പറ്റേറ്റീവ് എക്സാംസിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു സെന്റൻസ് പോലും നിങ്ങൾ ഒരു പേർപ്പസ് കൂടെ കൊണ്ട് വായിക്കാവോ. അല്ലാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്നും വായിക്കരുത്. ഇവർ എന്ത് ആൻസർ ആണ് എൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മൈൻഡിലെ ഓരോ ക്വസ്റ്റ്യനും വായിക്കാൻ പാടുള്ളൂ. അതിൽ തന്നെ ക്വസ്റ്റ്യൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത് മനസ്സിലായിരിക്കണം എന്താണ് ഇനി ഞാൻ എന്താണ് ഇതിൽ സ്കാൻ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലെ ഒരു സിസ്റ്റമാറ്റിക് സ്കാനിങ്ങിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ എറർ സ്പോട്ടിംഗ് ഒരിക്കലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു എബിലിറ്റി അല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എക്സാമിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടുന്ന കാര്യമല്ല. അത് ഗ്രാജുവലി കിട്ടുന്ന കാര്യം. അത് മെക്കാനിക്കലായിട്ട് സംഭവിക്കേണ്ടതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു സെന്റൻസ് വായിക്കുമ്പോഴത്തേക്ക് ദർ ഇസ് സം എറർ ഇൻ ഇറ്റ് എന്ന് നമുക്ക് മെക്കാനിക്കലായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്റൻഷനലി എറർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വായിക്കുന്ന പോലെ അല്ല വേണ്ടത്. ഏതൊരു റാൻഡം സെന്റൻസ് വായിച്ചാലും അതിൽ എറർ ഉണ്ടെങ്കിൽ എറർ ഉണ്ട് എന്ന് മനസ്സിലാവണം. അങ്ങനെ എത്തണമെങ്കിൽ അത് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, നോ. യൂഷ്വലി എറർ സ്പോട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏരിയ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് തെറ്റിച്ചു കൊടുക്കലാണ്. അത് തെറ്റിച്ചു കൊടുക്കുന്നതാണ് അവർക്ക് സൗകര്യം. ഈ പ്രത്യേകിച്ച് ഈ ഐതർ ഓർ പോലെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റിച്ചു കൊടുത്താൽ നിങ്ങൾ ആ എക്സാം പ്രഷറിൽ ചിലപ്പം അത് പ്ലൂറൽ ആക്കിയിട്ടൊക്കെ എഴുതാനുള്ള, അല്ലെങ്കിൽ അത് ഈ വേർബിന്റെ നിയറസ്റ്റ് സബ്ജക്റ്റിന്റെ ടെൻസ് നോക്കാണ്ട് എഴുതാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഈ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് തെറ്റിക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം ഗെയിമാണ്. ദെൻ ആർട്ടിക്കിൾസ്, പ്രൊനൗൺസ്, ടെൻസസ്, പ്രിപ്പോസിഷൻസ്, വേർഡ് യൂസേജ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കിയാണ് എറേഴ്സ് യൂഷ്വലി കൊടുക്കാറ്. അപ്പൊ ഇത് ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ എഗ്രിമെന്റും ആർട്ടിക്കിൾസും ആയിരുന്നു. ആ ഏരിയ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നൗ ഇത് നോക്കൂ. The list of items are missing. ഇത് തെറ്റുണ്ടോ? തെറ്റില്ലെങ്കിൽ തെറ്റില്ല എന്ന് പറയാം, തെറ്റുണ്ടെങ്കിൽ തെറ്റെന്താന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. ഇതില് നമ്മൾ ആദ്യം സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വരുന്ന ഫോൾട്ട് ആണ് ഇത്. കുഴപ്പമൊന്നുമില്ല, അത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആർ മിസ്സിംഗില് സബ്ജക്റ്റ് ഏതാണ്? ഇതിൽ മെയിൻ സബ്ജക്റ്റ് ഏതാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി മെയിൻ സബ്ജക്റ്റിൽ മാത്രമേ കണ്ണുണ്ടാവാൻ പാടുള്ളൂ. ബാക്കി ഏരിയ പൊത്തിക്കളയാം, അല്ലെങ്കിൽ അത് വായിക്കാണ്ടിരിക്കുക, അതിനെ ഇഗ്നോർ ചെയ്യുക. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എടുക്കുമ്പോൾ അതാണ് സബ്ജക്റ്റ്. ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇസ് സബ്ജക്റ്റ്. അതിൽ മെയിൻ സബ്ജക്റ്റ് ഏതാണ്? ദ ലിസ്റ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ദ ലിസ്റ്റ് എന്ന് നോക്കുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം. ദ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് അല്ലേ ഉള്ളൂ. ദ ലിസ്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വേർബും സിംഗുലർ ആയിട്ടേ വരുള്ളൂ. സിംഗുലർ വേർബ് വരുമ്പോൾ ഇവിടെ ഈസ് മിസ്സിംഗ് എന്ന് വരും. അപ്പോൾ തെറ്റിപ്പോയാൽ ഇപ്പൊ തെറ്റിയതിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ, അത് ഒന്നും കൂടെ നോക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇതുപോലെയുള്ള ലെങ്തി സബ്ജക്ട്സ് ആകുമ്പോൾ അത് വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അത് മിക്കവാറും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇന്റൻഷനലി കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ലെങ്തി സബ്ജക്ട്സ് കാണുമ്പം അതൊന്ന് കുരുക്കഴിച്ച് പൊളിച്ച് അഴിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു കുഞ്ഞു കാര്യത്തിനെ സബ്ജക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാവും. ആ കാര്യം സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. ഇവിടെ അത് ദ ലിസ്റ്റ് എന്നുള്ള വാക്ക് മാത്രമാണ് ഇതിന്റെ മെയിൻ സബ്ജക്ട്. അതുകൊണ്ട് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഈസ് മിസ്സിംഗ്. ഓക്കെ, നോ. ഇതിൽ എറർ ഉണ്ടോ?
Yes. He is a European citizen എന്നാണ് പറയാ. കാരണം യൂറോപ്യൻ യു സൗണ്ട് ആണ് വരുന്നത് അല്ലെ, അതുകൊണ്ട് തന്നെ he is a European citizen എന്നാണ് വരുന്നത്. Now one of the students have completed the task. Right or wrong? യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. വൺ ഓഫ് ദ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഈ കേസിൽ മാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പോൾ ജിപ്പാറ്റൊക്കെ കിട്ടി IIM-ലും ഒക്കെ പോവാൻ പോകുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് നിങ്ങൾ കോൺവെർസേഷനിലായാലും ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വൺ ഓഫ് ദ എവിടെ യൂസ് ചെയ്യുമ്പോഴും സിംഗുലർ വേർബേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു പ്രശ്നമാണത്. വൺ ഓഫ് ദ കാണുമ്പോഴത്തേക്ക് വേറെ ഒന്നും ആലോചിക്കില്ല, അതിന് പ്ലൂറൽ വേർബ് കൊടുക്കും. സോ അങ്ങനെ ചെയ്യരുത്. വൺ ഓഫ് ദ എവിടെ കണ്ടാലും സിംഗുലർ വേർബേ യൂസ് ചെയ്യാവൂ. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് കംപ്ലീറ്റഡ് ദ ടാസ്ക്, ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് വൺ പേഴ്സൺ ഓൺലി. അപ്പം സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാവൂ. നൗ ആദ്യത്തെ എൻ്റെ ആൻസർ പറഞ്ഞോളൂ. ദ ഫേർണിച്ചർ ആർ എക്സ്പെൻസീവ്. ദ ഫേർണിച്ചർ എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ് യെസ്, വെരി ഗുഡ്. The furniture is expensive. Every student have a notebook. Every student. Yes, yes. Every student has a notebook is the right answer. Now, she is an unique singer. She is a unique singer. Now, neither the boys nor the teacher are ready. Yes, neither the boys nor the teacher is ready. കാരണം എന്താ, ഇതില് വേർബിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ടീച്ചർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. നിയറസ്റ്റ് സബ്ജക്റ്റിന്റെ പ്ലൂരാലിറ്റി വെച്ചിട്ടാണ് പറയേണ്ടത് അല്ലെ. ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർബും സിംഗുലർ ആവണം. അപ്പൊ neither the boys nor the teacher is ready. ഇനി neither the teacher nor the boys ആണെങ്കിലോ, neither the teacher nor the boys dash ready. യെസ്, വെരി ഗുഡ്. neither the teacher nor the boys are ready. കാരണം ബോയ്സ് ആണ് നിയറസ്റ്റ് സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ ബോയ്സിന്റെ പ്ലൂറാലിറ്റി, അത് ബോയ്സ് ഇസ് പ്ലൂറൽ, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ഓക്കെ, നൗ നിങ്ങൾ ടൈംഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ജിപ്മാറ്റ് പോലെയുള്ള എക്സാംസിന്. യാ, ഇത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. Each of the players dash selected. Are, were, is, have. No answer. Each of the players dash selected. Yes, each of the players is selected ആണ് വരിക. കാരണം എന്താ, ഈച്ച് എവറി പോലെയുള്ള വാക്കുകൾ വരുമ്പോൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ സിംഗുലർ വേർബ് ഇസ് ഈസ്. ഓക്കെ, he bought dash 1 rupee coin. That's very easy. He bought a 1 rupee coin. Very good.
അതായത് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. സോ നിങ്ങൾ ഒരുപാട് സമയം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് കളയാതിരിക്കുക. കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ചെയ്ത് അടുത്തതിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ 2 മിനിറ്റ് കൊണ്ട് ചിലപ്പം ചെയ്യാൻ പറ്റും. അത്രയാണ് ആ മാർക്കിലെ ഡിഫറൻസ് അവിടെ വരാം. നൗ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേ. ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ആർ ഗുഡ്. ഇത് കറക്റ്റ് സെന്റൻസ് ആണോ? കറക്റ്റ് സെന്റൻസ് ആണെങ്കിൽ കറക്റ്റ് ചെയ്യണ്ട, ഒറൽസ് അതിൽ എന്താണ് കറക്ഷൻ എന്ന് പറയണം. ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ആർ ഗുഡ്. യെസ് യെസ്, ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ഈസ് ഗുഡ്. കാരണം അതിന്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് ഇത്രയും ഇതിലും വലിയ ലോങ് സബ്ജക്ട്സ് ഒക്കെ വേണമെങ്കിൽ തരാം. അതിലൊന്നും നിങ്ങൾ ട്രിക്ഡ് ആവരുത്. ആ മെയിൻ സബ്ജക്റ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നിട്ട് അതിന്റെ പ്ലൂരാലിറ്റി നോക്കിയിട്ട് വേർബ് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ ക്വാളിറ്റി ആണ് മെയിൻ സബ്ജക്ട്. സോ അത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബും സിംഗുലർ ആയിട്ട് വരണം. സോ ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് ഈസ് ഗുഡ്. Politics are a dirty game. അത് വായിക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല. സോ politics, okay, politics is a dirty game. Now the teacher as well as the students were late. അതിൽ തെറ്റുണ്ടോ? യെസ്, വെരി ഗുഡ്. യെസ്, കാരണം എന്താ? ആസ് വെൽ ആസ് ആണ് യൂസ് ചെയ്തത്. അപ്പം അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടീച്ചർ എന്ന് മാത്രം എടുത്താൽ മതി. ആസ് വെൽ ആസും അതിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ അതിന്റെ ശേഷം വരുന്ന സബ്ജക്റ്റും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം വരുന്ന മെയിൻ സബ്ജക്റ്റ് എന്താന്ന് മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് വാസ് ലേറ്റ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോ, ഇതും കൂടെ ചെയ്തോളൂ. Neither of the answers അത് ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഐ എം വെരി സോറി. ഈ ക്വസ്റ്റ്യൻ വേണ്ട, അത് നോറും കൂടെ ആഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, ചെയ്തോളൂ. She bought an umbrella. The news is shocking. Mathematics is my favorite subject. Very good. Okay. Now, ഇനി നിങ്ങളെ കുറച്ച് എക്സാം ഹോൾ സ്ട്രാറ്റജീസ് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ വളരെ സ്മാർട്ട് അപ്രോച്ച് ആണ് എക്സാം ഹാളിൽ ചെയ്യേണ്ടത്. അതായത് ആദ്യം തന്നെ എലിമിനേഷൻ, ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കളയാൻ പറ്റുന്നതാണ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നോക്കേണ്ടത്. ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യാം എന്നാൽ പിന്നെ ബാക്കി ഉള്ളതിൽ നോക്കിയാൽ മതി. എലിമിനേറ്റ് ഒബ്വിയസ്ലി റോങ് ഓപ്ഷൻസ് ഫസ്റ്റ്, ദെൻ റീഡ് സ്ലോലി വൺസ്. ഡോണ്ട് ട്രസ്റ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്ലൈൻഡ്ലി. ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം ഇതാണ് ഇന്ന്. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ചിലപ്പോൾ റൈറ്റ് ആയിട്ട് തോന്നുന്ന സെന്റൻസസ് ആയിരിക്കാം, പക്ഷെ അത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫോമാറ്റിൽ കൺവെൻഷനലി ശരിയായിരിക്കുന്ന കാര്യം ആയിക്കൊള്ളണമെന്നില്ല. അവോയ്ഡ് ഓവർ തിങ്കിങ്. യൂഷ്വലി ആദ്യം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച ആദ്യം മനസ്സിലേക്ക് വരുന്ന കാര്യം ആയിരിക്കണം റൈറ്റ്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടൊക്കെ പോകുന്നൊരു ഇതാണെങ്കിൽ, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആൻസർ ആയിരിക്കണം യൂഷ്വലി റൈറ്റ്. സോ ഡോണ്ട് ഓവർ തിങ്ക്. ഫോക്കസ് ഓൺ ഗ്രാമർ റൂൾസ്. നൗ ഇനി കുറച്ച് കോമൺ മിത്സ് പറയാറുണ്ട് എക്സാം ഹാളിൽ നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്ന. വാട്ട് എവർ സൗണ്ട്സ് റൈറ്റ് ഇസ് കറക്റ്റ്. അവിടെയാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് പറഞ്ഞത്. നമുക്ക് കേൾക്കുമ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആർ ദെയർ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം? ശരിയല്ലേ? വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആർ ദെയർ കേൾക്കുമ്പോൾ ഒരു പ്രശ്നം തോന്നില്ല. സൗണ്ട്സ് റൈറ്റ്.
പക്ഷെ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആർ ദെയർ എന്നല്ല പറയാ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ആയതുകൊണ്ട് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് ദെയർ എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ശരിയായി തോന്നുന്ന ഒരു കാര്യം അത് ശരിയായിക്കോളണമെന്നില്ല. സോ അതൊരു മിത്താണ്. അത് സൗണ്ട്സ് റൈറ്റ് എന്നുള്ളത് റൈറ്റ് ആൻസർ ആയിക്കോളണമെന്നില്ല. ഗ്രാമർ റിക്വയർസ് മെമ്മറൈസിങ് ഹൺഡ്രഡ്സ് ഓഫ് റൂൾസ്. ഒരിക്കലും അല്ല. നിങ്ങൾ അടുത്ത ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണത്. മാത്സ് ഒന്നും പോലെ നിങ്ങൾക്ക് ഒരുപാട് റൂൾസ് മെമ്മറൈസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ല. ഈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഗ്രാമർ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നൊരു കാര്യമായി മാറും. മോസ്റ്റ് ക്വസ്റ്റ്യൻസ് കം ഫ്രം റിപ്പീറ്റഡ് പാറ്റേൺസ്. അത് നിങ്ങൾക്ക് ജിപ്പാനിൽ കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാവും. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്നുള്ളത്. അത് ചെയ്യുമ്പോൾ അത് മനസ്സിലായിക്കോളും. റിപ്പീറ്റഡ് പാറ്റേൺസ് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഫ്രെയിമിങ്ങിലൊക്കെ ചെറിയ മാറ്റേ വരുത്തുന്നുള്ളൂ. പാറ്റേൺസ് ഒക്കെ അതെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും അങ്ങനെ തന്നെയാണ്. Now, അടുത്ത ക്ലാസ്സിന് മുന്നേ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം. സോൾവ് 25 എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ്, റിവൈസ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് റൂൾസ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് സിംഗുലർ നൗൺസ് ദാറ്റ് ലുക്ക് പ്ലൂറൽ. അത് ഒന്ന് ശ്രദ്ധിക്കണേ. അത് കാരണം ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾ കുറച്ചും കൂടെ റെഫർ ചെയ്തിട്ട് അതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയ എക്സാമിലേക്ക് കുറച്ചും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും. Now practice article usage from newspaper editorials. Newspaper editorials എന്ന് ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, and the പോലെയുള്ള കാര്യങ്ങൾ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി പുതിയ അറിവുകൾ കിട്ടും. ഇപ്പൊ നിങ്ങൾക്കറിയാം സീറോ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ഏതാണെന്ന് അറിയാം. കുറച്ച് ഇൻസ്റ്റൻസ് നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതുപോലെ യൂസ് ചെയ്യുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് കണ്ടു. ഇതൊന്നും അല്ല, ഇതിനേക്കാളും ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ അറിയുന്ന ഒരു കാര്യം നമ്മൾ കൂടുതൽ നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് കണ്ടെത്തുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എൻതൂസിയാസം ഉണ്ടാവും പഠിക്കാനായാലും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെൻസസ്, പ്രൊനൗൺസ്, മോഡിഫയർ എറേഴ്സ്, അഡ്വാൻസ്ഡ് എറർ സ്പോട്ടിംഗ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് സബ്ജക്ട് വേർബ് എഗ്രിമെന്റും ആർട്ടിക്കിൾസും എറർ സ്പോട്ടിങ്ങും ആണ് ഡീൽ ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഷെയർ ചെയ്യും, അതിൽ ഇട്ടാൽ മതി. സോ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫോംസിൽ പറഞ്ഞാൽ മതി. താങ്ക് യു.